അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് വ്യൂ പോയിൻറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ടോപ്പ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫുള്ളായിട്ടത് കാണാൻ പറ്റുന്നുണ്ട് ദൂദ്സാഗർ. അപ്പോഴത്തെ ആ സൈഡിലാണ് ദൂദ്സാഗർ. അപ്പോൾ ഇനിയും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി. ഈശ്വര, മനസ്സിൽ ഒരുപാട് കാലം പലരുടെയും വീഡിയോ കണ്ട് മടുത്തിട്ട് ഭ്രാന്ത് പിടിച്ച് നടന്നതാണ് ഇതൊന്ന് കാണണമെന്ന്. അതും കറക്റ്റ് ആ മഴക്കാലത്ത് തന്നെ ഇവിടെ വരാൻ പറ്റിയെന്നുള്ളതാണ് അത് വലിയ അതിശയം നൽകുന്നത്. ഇപ്പോൾ ദൂദ്സാഗറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പം തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്. വളരെ ഉയരത്തിൽ നിന്നും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അടിപൊളി. മുമ്പേ നമ്മൾ മുകൾ ഭാഗം മാത്രമാണ് കണ്ടത്. ഇപ്പോൾ താഴേക്ക് ഒഴുകുന്ന ഭാഗം കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൈ വിറയ്ക്കുന്ന മറ്റൊന്നും കണ്ടല്ല, ഫുള്ള് സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൈ വിറയ്ക്കുന്നത്. ഗിംബലൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ആ ദൂദ്സാഗറിൻ്റെ ആ മനോഹര കാഴ്ച ഇത് കണ്ടോ. ഒരു പാറക്കല്ലിൻ്റെ മുകളിലൂടെ ഒരു നദി മൊത്തമായിട്ട് ഒഴുകി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്ര മനോഹരമാണല്ലേ. അതായത് ലൈറ്റിങ്ങും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ്. അതായത് ഓവർ ലൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അടിപൊളി. അപ്പം നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇനിയും പുതിയ പുതിയ കാഴ്ചകളിലേക്ക്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാടിനുള്ളിലൂടെ ദൂദ്സാഗറിനെ കാണുന്നതിൻ്റെ സുഖം അത് ഭയങ്കരം തന്നെയാണ്. ഇവിടെ ഒന്നും എത്താമെന്ന് നമ്മൾ വിചാരിച്ചല്ല, പക്ഷെ എത്തിപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ വികൃതി. വാ, ഇത്ര സ്ലോ മോഷനിലാണ് വെള്ളം വീഴുന്നു നോക്കി. ഇനിയിപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വാച്ച് ടവറാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വാച്ച് ടവറിൻ്റെ സമീപത്തേക്ക്. അപ്പോൾ ആദ്യം തന്നെ പോയി വാച്ച് ടവറിൽ കയറിയാൽ മറ്റുള്ളവർ വരുമ്പോൾ അവർക്ക് ശല്യമാവില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ അവർ പതിയെ വരത്തുള്ളൂ. പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ ഫാസ്റ്റായിട്ട് വരികയില്ല. ആ ഗ്യാപ്പിൽ നമുക്ക് വാച്ച് ടവറിൽ കയറി കാഴ്ചകളൊക്കെ വീഡിയോ എടുത്ത് നമുക്ക് പതിയെ മുന്നോട്ട് പോകാം. അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് നമുക്ക് ക്യാൻറ്റീൻ, ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവറുണ്ട്. അതിൽ നിന്നൊക്കെ എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് രണ്ടാം സൈഡിൽ. മഴക്കാർ കയറി തുടങ്ങി. സൂപ്പറല്ലേ, എന്താ അല്ലേ. ഇതിൻ്റെ താഴെ കൂടിയാണ് കൊങ്കൺ റെയിൽ പോകുന്നത്.
അപ്പോഴത്തെ ഇതാണ് വാച്ച് ടവർ. വാച്ച് ടവറിൻ്റെ മേളിൽ കയറിയാൽ അടിഭാഗം കൂടി കാണാൻ പറ്റും. അപ്പം വളരെ മനോഹരമായ ആ കാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സൂപ്പർ. ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പം നേരെ താഴോട്ട് ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടിയാണ് ഈ പോകേണ്ടത്. അപ്പം 100 മീറ്റർ കൂടെ പോയാൽ നമുക്ക് ദൂദ്സാഗറിലോട്ടെത്താം. ഇത് മേളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അരുവികളാണ്. ഇതുണ്ട്, ദൂദ്സാഗറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ആ കാണുന്നത്. ഇത് ചെറിയ ചെറിയ അരുവികൾ. ഇതിങ്ങനെ നമ്മൾ താഴോട്ടിറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് 2 ആൾക്കാരെ പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇത് സ്ട്രോങ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കിയ കുഴപ്പമുണ്ടോ? അത് ഉണ്ടാക്കിയല്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചെറിയ പുഴയുടെ നടുവിലൂടെ വലിയ നടന്നു പോവുകയാണ്. അങ്ങനെ ഇവിടുന്ന് മുകളിലോട്ട് നമുക്ക് ചെല്ലുമ്പം കാണാൻ പറ്റുന്നത് ദൂദ്സാഗർ എന്ന ആ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. മഴയില്ല ഇന്ന്. ഞാൻ കുറേ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് മഴയില്ല. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എവിടെ പോകുമ്പോഴും കുറേ എടുത്താൽ മഴ പെയ്യാറില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ 3-4 ദിവസമായിട്ട് ശരീരം നനഞ്ഞ് ഒരു പരുവത്തിലായി. അതുകൊണ്ട് നമ്മളെ ശരീരമൊക്കെ അത്ര ഇതല്ലായിരുന്നു. ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതങ്ങ് മാറിക്കിട്ടി. കാരണം 11 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞു. ഇനി തിരിച്ചൊരു 11 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. ഇന്നലെ സൈക്കിളും തള്ളിക്കൊണ്ടുള്ള 11 കിലോമീറ്റർ നടപ്പാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അതിനുശേഷം വൈൻ ഷോപ്പിൻ്റെ അവിടെയൊക്കെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ പതിയെ യാത്ര തുടരുന്നു. അപ്പോൾ കാടിൻ്റെ നടുവിലൂടെ ദൂദ്സാഗർ കാണാനുള്ള 11 കിലോമീറ്റർ യാത്ര നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതാ ഇവിടുന്ന് കയറിക്കഴിഞ്ഞാൽ ആ ദൂദ്സാഗർ എന്ന ആ വലിയ വെള്ളച്ചാട്ടം നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. ഞാനപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുണ്ട് കുറച്ച് കയറ്റം കൂടി കയറിപ്പോകാൻ. ഇപ്പോൾ ഒരു 50 മീറ്റർ താഴെ നീ കയറിപ്പോന്നു. ഇനിയുണ്ട് മുകളിലേക്ക് യാത്ര. കാടാണ് കേട്ടോ, കാടിനുള്ളിലൂടെയാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. നമ്മുടെ ടീമിലുള്ളവരെയൊക്കെ മുമ്പിൽ പറഞ്ഞു വിട്ടു. കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാൻറ്റീനുണ്ട്. നോർമൽ പൈസ തന്നെയാണ് ക്യാൻറ്റീനിൽ. ഒരു 40 രൂപ ബ്രെഡ് ഓംലേറ്റിനും 20 രൂപ ചായയ്ക്കും. ചായ നല്ല അടിപൊളി ചായയാണ്. 20 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ലാത്ത ചായയാണ്. നല്ല ചായ ഫ്രഷ് മിൽക്കിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോഴത്തെ നമ്മൾ പതിയെ നടന്ന് ദൂദ്സാഗറിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കുപ്പിയൊന്നും ഉപേക്ഷിച്ചിട്ട് പോകല്ലെന്ന് പറഞ്ഞാലും മനുഷ്യന്മാർ അതേ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തെ ഇവിടെ എത്തി. ഇവിടെ നിന്നൊരു കാഴ്ചയുണ്ട് പൊന്നെ, കാണേണ്ട കാഴ്ചയായി. എന്തൊരു കാഴ്ചയാണെന്ന് നോക്കി. ആ പതഞ്ഞൊഴുകുന്ന നദി നേരെ വന്ന് നമ്മുടെ മുമ്പിൽ വലിയൊരു വെള്ളച്ചാട്ടമായി മാറി നിൽക്കുന്ന ആ സീൻ, അതാണ് ദൂദ്സാഗർ. ദൂദ്സാഗറിൻ്റെ ആ സീനാണ് നമുക്ക് കാണേണ്ടത്. എന്താ അല്ലേ കാഴ്ചയിലെ ആ ഒരു മനോഹാരിത. വലിയൊരു വെള്ളച്ചാട്ടമായി വീണിട്ട് 4 കൈവഴികളായിട്ട് ഒഴുകി അത് താഴേക്ക് ഒന്നായി വരുന്ന ഒരു സീൻ. അതും എത്ര അടി ഉയരത്തിൽ നിന്നാണെന്നറിയോ? അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. ഇത് തൊട്ട് താഴെ കൊങ്കൺ റെയിൽവേ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബ്രിഡ്ജാണ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത്. പക്ഷേ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ട്രെയിനിൽ വരുന്നവർക്ക് ഇതൊരു വലിയ അനുഭവമാണ്. അത്രയും ഭാഗം കാണാം. ഒരു പകുതി കണ്ടുള്ള ഒരു ഭാഗം ട്രെയിനിൽ വരുന്നവർക്ക് ഇത്രയും ഭാഗമാണ് ട്രെയിനിൽ വരുമ്പോൾ കാണാൻ പറ്റുക. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വലിയ വ്യൂ പോയിൻറ്റിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായ വെള്ളച്ചാട്ടമാണ്. മുകളിൽ സൂര്യപ്രകാശമുള്ളതുകൊണ്ട് വെള്ളച്ചാട്ടത്തിനൊരു പ്രത്യേക മനോഹാരിതയുണ്ട്.
മങ്ങിയ വെട്ടമാണ്. സൂപ്പറല്ലേ? ഇത് കാണാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. ഇത് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അവിടെയൊക്കെ ചോദിച്ചപ്പോൾ വലിയ റേറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ചെറിയ റേറ്റിൽ വന്ന് കാണാൻ പറ്റി. അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ടാ ഞാനിങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കയറണം. ഇത് ക്രോസ് ചെയ്ത് ആ വഴിക്ക് കയറണം എന്നാണ് തോന്നുന്നത്. അപ്പോഴത്തെ വേറൊരു വാട്ടർ ക്രോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ പതിയെ പോവുകയാണ്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു വഴി. ഏതായാലും രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. ആണെന്ന് തോന്നുന്നു. ദൈവത്തിനറിയാം. മേളിൽ ചെന്നാൽ അറിയാം. ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ. അല്ലെങ്കിൽ തിരിച്ചിറങ്ങി കാടിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എന്ന് പറയുക. അല്ലാതെ ഇപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? ഏതായാലും ആൾക്കാർ പോയ വഴിയൊക്കെ കാണുന്നുണ്ട്. താഴോട്ടിറങ്ങി പോവുകയാണ്. ഇത് തന്നെയാവണം വഴി. അല്ലെങ്കിൽ പുഴയിലോട്ടെടുത്ത് ചാടുക, അങ്ങറ്റത്ത് പോയി കയറാം. അങ്ങനെ നമ്മൾ ദൂദ്സാഗറിൻ്റെ വലിയ ആ ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. കാട്ടുപള്ളികളൊക്കെ നിൽക്കുന്നുണ്ടോ? സൂപ്പറല്ലേ? ഈശ്വര. ഇവിടെ ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് വെയിറ്റിംഗ് ഉള്ളത് കേട്ടോ. അപ്പോൾ എവിടെയാണ് എത്തിയതെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഏതായാലും ഞാനിങ്ങോട്ട് പോകുന്നു കയറി. 2 ലൈസ് കഴിഞ്ഞു പോയി. അതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ട്. അയ്യോ, വലിയ റിസ്ക് ആണല്ലോ. ഒറ്റയ്ക്കായതുകൊണ്ട് ഇച്ചിരി റിസ്ക് എടുത്തേക്കാം അല്ലേ? ഇതിലെ തന്നെ ആൾക്കാർ പോയിരിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാനും ഇതുവഴി അങ്ങ് കയറി പോവാം. എവിടെയാണോ എത്തുക ദൈവത്തിനറിയാം. ഇതൊന്നും ആരെയും കാണുന്നില്ലല്ലോ. 100 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം 150 മീറ്റർ പോകുന്ന ഞാൻ. ഒരു സംശയം. ഒന്നും കാണുന്നില്ല. ഇവിടുന്ന് കൂവിയാലൊന്നും കേൾക്കുകയോ ഇല്ല. ആൾക്കാർ പോയതൊന്നും കാണുന്നുമില്ല. നോക്കട്ടെ. ഇറങ്ങി കാടിൻ്റെ ഉള്ളിലൂടെ മേളിൽ കയറുമോ അതോ വഴി തെറ്റിയോ? സംശയമുണ്ട് വഴി തെറ്റിയോ എന്ന്. ഏതായാലും മുകളിലോട്ടുള്ള വഴിയെ ഞാൻ പോവുകയാണ്. ഇതിലൊരു വഴി കാണുന്നുണ്ട്. ചപ്പും ചവറും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ മനുഷ്യന്മാർ പോയ വഴിയാണെന്ന് വിചാരിക്കുന്നു. എന്താണേലും ഉള്ളിലോട്ട് കയറി പോവുകയാണ്. കാടാണ്, മൃഗങ്ങൾ കാണും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ തടീനെയൊക്കെ മറികടന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇത് തന്നെയാണ് വഴിയെന്ന് തോന്നുന്നു. വേറൊരു വഴിയും കാണുന്നില്ല. അപ്പത്തെ നേരെ മുകളിലോട്ട് പോകുന്നു. താഴോട്ടിറങ്ങുന്നു. പിന്നെ ദൂദ്സാഗറിൻ്റെ മൊത്തം വ്യൂ കാണുന്നു. ഇവിടെ കയറി വന്നപ്പോഴത്തേനും വെളിച്ചം മൊത്തം പോയി. അതുകൊണ്ടൊരു ചെറിയ പേടിയില്ലാഴികയില്ല. ഒറ്റയ്ക്കാണ് നമ്മുടെ യാത്ര. ഒരു ഓംലെറ്റ് കഴിക്കാനിരുന്നുകൊണ്ട് അവരെല്ലാം ഫ്രണ്ടിലോട്ട് പോയി. ഇത് തന്നെ സംഭവം. അപ്പത്തെ ദൂദ്സാഗറിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പാ, വാട്ട് ഈസ് ഇറ്റ്? കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. അടിപൊളി. ഇനി എങ്ങനെയാണോ കയറി പോകുന്നത്? ഇങ്ങനെ തന്നെ. അവർക്ക് എവിടെയാ താഴോട്ടാണോ പോകേണ്ടത്? മുകളിലോട്ടാണോ താഴോട്ടാണോന്നൊന്നും അറിയില്ല. അവരെ ഒന്നും കാണുന്നുമില്ല. മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ദൂദ്സാഗറിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലെയോ പോകണമെന്ന് അറിയില്ലല്ലോ. പിന്നെ മുകളിൽ കൂടെ ചാടി പോകണമായിരിക്കും. പോയി നോക്കാം. കാടിനുള്ളിലാണ്. അതിൻ്റെ ഒരു ഇത് തന്നെ വഴി. ഇതിലെ ആളുകൾ പോയതിൻ്റെ പാടുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പതിയെ താഴോട്ടിറങ്ങി പോവാം.
കാടിനുള്ളിൽ ഒറ്റയ്ക്കുള്ള യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കല്ലേന്ന് കല്ലേലോട്ടൊക്കെ ചാടി നേരെ ദൂസാറിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? എന്താ അല്ലേ? അങ്ങനെ നമ്മൾ ദൂസാറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അടിപൊളി വെള്ളച്ചാട്ടം, സൂപ്പറല്ലേ? അതാണ്, നമുക്ക് ഒന്നും പറയാനില്ല. ഇതുപോലത്തെ ഒരു സീൻ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. കാറ്റടിക്കാൻ തുടങ്ങി കേട്ടോ. കാറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മഞ്ഞ് കണങ്ങൾ പോലെയാണ് നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നത്. ഏതുകൊണ്ട് അവിടെയൊക്കെ പതഞ്ഞു പൊങ്ങുന്നതുണ്ടോ? അതെല്ലാം കൂടി നമ്മുടെ ദേഹത്തോട്ട് വരുമ്പോഴത്തേനും എന്താ ഒരു സുഖം എന്നറിയാമോ? നമ്മുടെ ഗൈഡ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പക്ഷെ ഓരോ മനുഷ്യൻ ഇരിക്കുന്നിടത്തൊന്നും അനങ്ങുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ട്രെയിൻ വന്നിരിക്കുകയാണ്. അടിപൊളി, നോക്കിക്കേ. അടിപൊളി കാഴ്ചയല്ലേ? ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിരുന്നത്. പുറകിൽ 3 എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് വലിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ട്രെയിൻ പോയിരിക്കുന്നു. നമ്മുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. हाँ, मैं डरता नहीं है ना, डरता नहीं है ना, आप डरता नहीं, इसीलिए आप पहुंचे इधर। मुझे मालूम है वो किधर भी हिंट मिल जाता है, जाने का रास्ता देखेगा पकड़ा। हिंट मिलता है, लेकिन वो सिटी पीपल हाँ, वो they don't know, they know only city. അപ്പോഴത്തെ കല്ലിലോട്ട് കയറിക്കൊണ്ട് നമ്മൾ യാത്ര പിന്നെയും മുമ്പോട്ട് പോവുകയാണ്. പാറക്കൂട്ടങ്ങളാണ് കേട്ടോ. ഇതാരും കൊണ്ടുവന്നിട്ടതല്ല, പ്രകൃതി ഒരുക്കിയ വികൃതിയാണ്. ഇതിൻ്റെ മേളിൽ കൂടെ നമ്മളിനി ചാടി വേണം പോകാൻ. കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും സാരമില്ല. നമ്മൾ വന്ന വഴി തന്നെയാണിത്. അതുവഴി തന്നെ വേണം നമ്മൾ തിരിച്ചു പോകാൻ. ഏകദേശം 11 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ അടുത്ത 11 കിലോമീറ്റർ നമ്മൾ തിരിച്ച് ചവിട്ടാൻ പോവുകയാണ്. സൈക്കിൾ ചവിട്ടല്ല, കാലുകൊണ്ടുള്ള ചവിട്ടാണ്. താഴോട്ടിറങ്ങി ആ വഴിയെ വേണം പോകാൻ. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. ഇച്ചിരി പാടുള്ള പണിയാണ് കേട്ടോ, കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ പതിയെ താഴോട്ട് നടന്നിറങ്ങുകയാണ്. പാറയുടെ മുകളിൽ നിന്നും പാറയുടെ മുകളിലോട്ടുള്ള യാത്രയാണ്. കുറച്ച് കഷ്ടപ്പാട്, പിന്നെ ഫ്ലാറ്റ് വഴിയാണ്, പിന്നെ പോകാൻ ബുദ്ധിമുട്ടില്ല. ഈ വഴിയെല്ലാം കയറിയാണ് ഞാൻ മുകളിലേക്ക് വന്നത്. ചെയ്ത് കണ്ടോട്ട് ചാച്ച വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിംഗിളായിട്ട് എന്നെപ്പോലെ വരുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അതായത് അവർ മുമ്പ് വന്ന ഗ്രൂപ്പിൻ്റെ കൂടെയുള്ളതാണ്. പക്ഷേ പുള്ളിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത്രയും ദൂരം ഒറ്റയടിക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നമുക്കത് ഇപ്പോൾ നടന്ന് ഒരു പ്രാക്ടീസായി.